എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഉണ്ണികൃഷ്ണൻ. സ്റ്റോക്ക് ഇൻവെസ്റ്റർ UK എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ആർദ്രമായ സ്വാഗതം. ഇന്ന് ജൂൺ 2 ഞായറാഴ്ച. നല്ല ഹെവി ആയിട്ടുള്ള കോൾഡും കോഫും ഉണ്ട്. അതുകൊണ്ട് തന്നെ വോയിസ് അത്ര ക്ലിയർ അല്ലെങ്കിൽ ദയവ് ചെയ്ത് സഹകരിക്കുക. എനിക്ക് കുറച്ചൊക്കെ ഓർഗാനിക് ഫാമിങ്ങിന്റെ ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ കുറച്ച് പൊടിമഴയ്ക്കുള്ള സമയത്ത് ഒന്ന് തുമ്പെടുത്ത് പറമ്പിൽ കളയ്ക്കാൻ പോയപ്പോൾ കിട്ടിയതാണ് ഈ ഹെവി സൈനസൈറ്റിസിന്റെ ചെറിയ ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ കിട്ടിയതാണ്. നിഫ്റ്റി മെയ് മാസത്തിൽ ഒരു റേഞ്ച് ബൗണ്ട് ട്രേഡാണ് എടുക്കുക. 22,000 ബേസ് ആയിരിക്കും, 22,800 ഹൈ ആയി കാണിക്കുക എന്നൊക്കെയാണ് ഞാൻ കഴിഞ്ഞ 2-3 വീഡിയോയിൽ സ്ഥിരമായി പറയാറുള്ള കാരണമാണ്. മെയ് മാസം നിഫ്റ്റി റേഞ്ച് ബൗണ്ട് ആവും. ബേസ് 22,000, ഹയർ എൻഡ് 22,800. എനിവേ, അപ്പൊ അത് ഏകദേശം ശരിയായിട്ട് 22,500 അടുത്താണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. അത് വളരെ കറക്റ്റായിട്ട് തന്നെ നമ്മുടെ വ്യൂ സംഭവിച്ചു. അപ്പോ ആ നിഫ്റ്റിയുടെ വ്യൂ എടുത്തിട്ട് ഞാൻ ഏപ്രിൽ 16-ാം തീയതി ഒരു വീഡിയോ ചെയ്തിരുന്നു. FNO വീഡിയോ ചെയ്തിരുന്നത്, ഒരു FNO സ്ട്രാറ്റജി ഉണ്ടാക്കിയിട്ട് പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ അതിനുശേഷം FNO വീഡിയോ ചെയ്ത് നിർത്തി. കാരണം അതിന്റെ വ്യൂസ് കുറവായിരുന്നു. ഞാൻ സ്ട്രാറ്റജി ബേസ്ഡ് വീഡിയോ ചെയ്യുന്നതുകൊണ്ട് ചിലപ്പോൾ സ്ട്രാറ്റജിയിൽ കുറച്ചധികം ദിവസങ്ങൾ കാത്തിരിക്കണം. ആ കാരണത്താലൊക്കെ പലർക്കും അത് താല്പര്യം ഉണ്ടാവില്ല. കാരണം നമ്മൾ എന്തെങ്കിലും എഫർട്ട് എടുത്ത് ചെയ്യുമ്പോൾ അതിന് അറ്റ്ലീസ്റ്റ് വ്യൂവേഴ്സിന്റെ വ്യൂവർഷിപ്പ് വേണമെന്ന് നിർബന്ധ ബുദ്ധിക്കാരനാണ് ഞാൻ. അതുകൊണ്ട് പരിപാടി നിർത്തിയിരുന്നു. അപ്പോൾ ആ സ്ട്രാറ്റജിയിൽ ഏകദേശം 26,000 രൂപ 28,000 രൂപയാണ് പ്രോഫിറ്റ് കിട്ടിയത്. അപ്പോൾ അത് അതിന്റെ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തരാം. നിങ്ങൾക്ക് അത് പോയി കാണാവുന്നതാണ്. താല്പര്യമുണ്ടെങ്കിൽ കാണാവുന്നതാണ്. അതുകൂടാതെ തന്നെ എന്റെ വ്യൂ ഇതും പറഞ്ഞിരുന്നു. റൂളിംഗ് പാർട്ടി അധികാരത്തിൽ വരികയാണെങ്കിൽ നിഫ്റ്റി വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകും, വളരെ നല്ലൊരു സ്പൈക്ക് ഉണ്ടാവും എന്നും പറഞ്ഞിരുന്നു. അപ്പൊ എക്സിറ്റ് പോളിന്റെ ഫലം യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിഫ്റ്റിയിൽ നല്ലൊരു അപ്മൂവ് സാധ്യമാണ്. അപ്പൊ ഈ അപ്മൂവ് മുന്നിൽ കണ്ടുകൊണ്ടും ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു FNO സ്ട്രാറ്റജി എടുത്തിട്ടുണ്ട്, നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും. അതും ഒരു റെഫറൻസ് എന്ന നിലയിൽ മാത്രമാണ് അത് തരുന്നത്. നമ്മളിവിടെ അധികം ചർച്ച ചെയ്യുന്നത് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ചിട്ടും പൊസിഷണൽ ട്രേഡിങ്ങിനെ കുറിച്ചും ഒരു മീഡിയം ടേം ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ചും ഒക്കെ ആണെങ്കിൽ കൂടി ചിലർക്കെങ്കിലും താല്പര്യമുള്ള ആർക്കെങ്കിലും ആ സ്ട്രാറ്റജി ജസ്റ്റ് ഒന്ന് നോക്കി കാണാവുന്നതാണ്. അപ്പൊ അതാണ് ഞാൻ എടുത്ത സ്ട്രാറ്റജി. അത് ലോങ് ബയസ് ഉള്ള സ്ട്രാറ്റജിയാണ്. പക്ഷെ മാർക്കറ്റ് ഒരുപാട് താഴെ വന്നാലും ലാഭം കിട്ടും, ഒരുപാട് മുകളിൽ പോയാലും ലാഭം കിട്ടും. അത്തരത്തിലുള്ള സ്ട്രാറ്റജിയാണ്. അതിൽ കോൾ ആൻഡ് പുട്ട് രണ്ടും ബൈ ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞ സ്റ്റോക്കായിരുന്നു എസാബ് ഇന്ത്യ. 5,780 അടുത്തായിരുന്നു നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ലെവല്. അപ്പോൾ വീഡിയോ മുഴുവൻ കണ്ടവർക്കറിയാം അതിന്റെ വാങ്ങിക്കേണ്ട ലെവൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. കാരണം നമ്മൾ ഒരു സ്റ്റോക്കിന്റെ പേര് കിട്ടിയാൽ ഉടനെ പോയി വാങ്ങിച്ചു കഴിഞ്ഞാൽ സപ്പോർട്ട് ലെവൽ ചിലപ്പോൾ ഒരുപാട് താഴെയായിരിക്കും, ചിലപ്പോൾ 5-10% താഴെയായിരിക്കും. അപ്പോൾ എസാബ് ഇന്ത്യ ഞാൻ 5,780 അടുത്തും വാങ്ങിച്ചു, 5,400 എത്തിയപ്പോഴേക്കും വാങ്ങിച്ചു, 5,320 വാങ്ങിച്ചു. അങ്ങനെ എന്റെ ആവറേജ് ബൈങ് പ്രൈസ് 5,499 രൂപയാണ്. ഇപ്പോൾ സ്റ്റോക്ക് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന 5,347 രൂപയിലാണ് ലാസ്റ്റ് ഫ്രൈഡേ ക്ലോസ് ചെയ്തത്. അപ്പൊ ഈ സ്റ്റോക്ക് ഇങ്ങനെ നമുക്ക് അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു സ്റ്റോക്ക് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒരു ലോങ് ടേം അല്ലെങ്കിൽ മീഡിയം ടേം സ്റ്റോക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് പൈസ അതിൽ കൊണ്ടിടാതെ കുറേശ്ശെ ക്വാണ്ടിറ്റി ആയിട്ട് അക്യുമുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതാണ് എന്റെ രീതി. അപ്പൊ 5,499 ഇപ്പോഴത്തെ ആവറേജ് ബൈങ് പ്രൈസ്. 5,200 എത്തിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി ക്വാണ്ടിറ്റി വാങ്ങിക്കും. 5,000 വരെ ഞാൻ അത് അക്യുമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതിനുശേഷം എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, സ്റ്റോക്ക് അപ്മൂവ് തരികയാണെങ്കിൽ എവറി 5%, 10%, 8%-ലൊക്കെ കുറേശ്ശെ ക്വാണ്ടിറ്റി വിറ്റുകൊണ്ടേയിരിക്കും. അവസാനം എന്ത് ചെയ്യും, ചെറിയൊരു ക്വാണ്ടിറ്റി മാത്രം ലോങ് ടേമിന് വെച്ച് ബാക്കിയെല്ലാം ലിക്വിഡേറ്റ് ചെയ്യും. അപ്പൊ ഈ സ്ട്രാറ്റജിയാണ് ഞാൻ ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ട്രേഡിംഗിലും പ്രോഫിറ്റ് കിട്ടും, ലോങ് ടേമിൽ ഈ സ്റ്റോക്ക് മുകളിൽ പോവുകയാണെങ്കിൽ അതിലും പ്രോഫിറ്റ് കിട്ടും. ഇൻ കേസ് സ്റ്റോക്ക് 5,000-ന് താഴെ വന്ന് കറക്റ്റ് ചെയ്ത് കുറച്ചൊക്കെ ലോങ് ടേമിൽ നമ്മുടെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ ചിലപ്പോൾ ആ സ്റ്റോക്ക് എക്സിറ്റും ചെയ്തേക്കാം. അപ്പൊ എല്ലാ സ്റ്റോക്കിലും നമുക്ക് പ്രോഫിറ്റ് കിട്ടണമെന്ന് നിർബന്ധ ബുദ്ധിയും ഉണ്ടാവാൻ പാടില്ല. എനിക്ക് ആ നിർബന്ധ ബുദ്ധി എന്തായാലും ഇല്ല. ഇനി നമ്മൾ തംബ്നെയിലിൽ പറഞ്ഞ 100% റിട്ടേൺ തന്ന സ്റ്റോക്കിനെ കുറിച്ച് പറയാം. ആ സ്റ്റോക്കാണ് ആലുവാലിയ കോൺട്രാക്ട്സ്.
അപ്പൊ ഈ സ്റ്റോക്ക് നവംബറിലാണ് ഞാൻ ഈ സ്റ്റോക്കിന്റെ വീഡിയോ ചെയ്തിരുന്നത്. അപ്പോൾ 6-6.5 മാസമായിട്ടുള്ളൂ. 699 രൂപയിലാണ് ഈ സ്റ്റോക്ക് നമ്മൾ വാങ്ങിച്ചിരുന്നത്. ആ സ്റ്റോക്ക് 1385 രൂപ വരെ പോകേണ്ട ഏകദേശം 100% റിട്ടേൺ ആണ് 6.5 മാസത്തിനുള്ളിൽ ആ സ്റ്റോക്ക് നൽകിയത്. അപ്പൊ ആ സ്റ്റോക്ക് 1385 എത്തിയതിനു ശേഷം പിന്നെ റിസൾട്ട് ഡിക്ലെയർ ചെയ്തതിന് ശേഷം കുറേശ്ശെ കറക്റ്റ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം കുറച്ചൊക്കെ വെയിറ്റ് ചെയ്തു. 1300 രൂപയ്ക്ക് ആ സ്റ്റോക്ക് ഞാൻ ടോട്ടലി എക്സിറ്റ് ചെയ്തു. സ്റ്റോക്ക് മോശമായത് കൊണ്ടല്ല, അപ്പൊ ഇത്ര നല്ല റിട്ടേൺ കിട്ടി. 85% റിട്ടേൺ ആണ് എനിക്ക് സ്ടോക്കിൽ ഇൻവെസ്റ്റ്മെന്റിലൂടെ കിട്ടിയത്. അതുകൂടാതെ ആ സ്റ്റോക്ക് 699 ഐഡന്റിഫൈ ചെയ്ത സമയത്ത് 699 വാങ്ങിച്ച് 800 വിറ്റിരുന്നു. പിന്നെ വീണ്ടും 640 വാങ്ങിച്ച് 740 വാങ്ങിച്ച് 850 വിറ്റു. അങ്ങനെ അതിൽ ട്രേഡും ചെയ്തിരുന്നു. അപ്പൊ ടോട്ടൽ ആ സ്റ്റോക്കിൽ എനിക്ക് കിട്ടിയ എന്റെ PNL നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്നതാണ്. ഏകദേശം 27,000 രൂപയാണ് ആ സ്റ്റോക്കിൽ എനിക്ക് കിട്ടിയത്. ട്രേഡിങ്ങിലൂടെയും ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിലൂടെയും കിട്ടിയ പ്രോഫിറ്റ് അത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്നതാണ്. അപ്പൊ ഇത്തരത്തിലാണ് നമ്മൾ ട്രേഡിംഗ് ചെയ്യുന്നത്. ഇതുകൂടാതെ നല്ല രീതിയിൽ പെർഫോം ചെയ്ത കഴിഞ്ഞ ആഴ്ച നല്ല രീതിയിൽ പെർഫോം ചെയ്ത ചില സ്റ്റോക്കുകളാണ് ജയകുമാർ ഇൻഫ്രാ പ്രോജക്ട്സ്. ആ സ്റ്റോക്ക് നമ്മൾ വാങ്ങിച്ചിരുന്നത് ഏകദേശം ആവറേജ് ബൈങ് പ്രൈസ് ആയ 623 എന്ന നിലയിലാണ്. ആ സ്റ്റോക്ക് 764 രൂപ വരെ പോവുകയുണ്ടായി. 6,700 രൂപയ്ക്ക് വാങ്ങിച്ച ജില്ലറ്റ് ഇന്ത്യ 7,190 രൂപ വരെ പോവുകയുണ്ടായി. അതുകൂടാതെ അദാനി പോർട്സ് 1,280 രൂപയ്ക്ക് വാങ്ങിച്ച അദാനി പോർട്ട് ക്ലോസ് ചെയ്തിരിക്കുന്നത് 1,437 രൂപയിലാണ്. ഇനി മോദി സർക്കാർ വരികയാണെങ്കിൽ ആ സ്റ്റോക്കിൽ കൂടുതൽ സ്പൈക്ക് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൂടാതെ CI ഇന്ത്യ ഓട്ടോമോട്ടീവ് അത് 460 നിന്ന് 550 വരെ പോവുകയുണ്ടായി. ഇതൊക്കെയാണ് ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്ത ചില സ്റ്റോക്കുകൾ കഴിഞ്ഞ ആഴ്ച. ഇനി നല്ലത് മാത്രം പറഞ്ഞാൽ പോലും മോശം പറയണ്ടായി. അപ്പൊ 2 സ്റ്റോക്കുകളാണ് വളരെ മോശമായിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിലുള്ള പെർഫോമൻസ് 10% കൂടുതൽ ലോസ് ഒന്നും അതിലില്ല. അപ്പൊ ആ 2 സ്റ്റോക്കുകൾ, ഒന്നാണ് EKC എവറസ്റ്റ് കാന്റോ സിലിണ്ടർ. അത് 139 രൂപയ്ക്ക് വാങ്ങിച്ച സ്റ്റോക്ക് 140 അടുത്ത് വാങ്ങിച്ച സ്റ്റോക്ക് 126 രൂപയായിട്ടുണ്ട്. ഏകദേശം 10% ഡൗൺഫോൾ ആണ് ആ സ്റ്റോക്കിൽ ഉണ്ടായിരിക്കുന്നത്. അതിന്റെ കാരണം മെയിനായിട്ട് അതിന്റെ റിസൾട്ട് മോശമായിരുന്നു. അതുകൊണ്ട് ഈ സ്റ്റോക്ക് എക്സിറ്റ് ചെയ്യണോ? ഇല്ല, ഞാൻ ഈ സ്റ്റോക്ക് എന്തായാലും ഹോൾഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. നല്ല ക്വാളിറ്റി കമ്പനിയാണ്. അപ്പോൾ കൂടുതൽ ആഡ് ചെയ്യുന്നുമില്ല ഈ പ്രൈസിൽ. ഇനി ആഡ് ചെയ്യണമെങ്കിൽ ഏകദേശം 103 രൂപയ്ക്ക് അടുത്തായിരിക്കും ചിലപ്പോൾ ചെറിയൊരു ക്വാണ്ടിറ്റി ഞാൻ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അല്ലെങ്കിൽ ഈ സ്റ്റോക്ക് അങ്ങനെ തന്നെ വെക്കാനാണ് പ്ലാൻ. പിന്നെ ഒരു സ്റ്റോക്ക് ഞാൻ എക്സിറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നു. നമ്മുടെ പോർട്ട്ഫോളിയോ ഒരേ ഒരു സ്റ്റോക്കാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ 10, 45, 42, 43 സ്റ്റോക്ക് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരു സ്റ്റോക്ക് മാത്രമാണ് എനിക്ക് എക്സിറ്റ് ചെയ്യണം എന്ന് തോന്നുന്ന ഒരേ ഒരു സ്റ്റോക്കാണ് വാസ്കോൺ എഞ്ചിനീയേഴ്സ്. അത് 70 രൂപയ്ക്കാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ 62 രൂപ 70 പൈസയാണ് സ്റ്റോക്കിന്റെ വില. ആ സ്റ്റോക്ക് ഒരു അപ്മൂവൊക്കെ തന്ന് ചെറിയ സ്പൈക്കൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാനത് എക്സിറ്റ് ചെയ്തേക്കാം. ഇമ്മീഡിയറ്റ് ചെയ്യുന്നില്ല, പക്ഷെ എന്തായാലും എക്സിറ്റ് കാൻഡിഡേറ്റ് ആണ്. ആ സ്റ്റോക്ക് മോശമായിട്ടാണ് പെർഫോം ചെയ്തത്. പക്ഷെ ആ സ്റ്റോക്കിൽ നമുക്ക് ലാഭം തന്നെയാണ്. കാരണം 70 രൂപയ്ക്ക് വാങ്ങിച്ച സ്റ്റോക്ക് 85-90 രൂപ വരെ പോയിണ്ടായി. അപ്പൊ അതിൽ ട്രേഡിങ്ങിലൊക്കെ പ്രോഫിറ്റ് ആണ് കിടക്കുന്നത്. അവിടെ 70 മുതൽ നമ്മൾ ലോങ് ടേമിന് വേണ്ടി വെച്ച ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രമേ ഇപ്പോൾ ലോസ് ഉള്ളൂ. സ്റ്റോക്കിൽ ഇപ്പോഴും ആ സ്റ്റോക്കിൽ PNL ഇപ്പോഴും അതിന്റെ പ്രോഫിറ്റിലാണ് കിടക്കുന്നത്. അപ്പൊ എന്റെ പിക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് പ്രതീക്ഷിക്കുന്നു. ആ ലൈക്ക് താമസിയാതെ ഇപ്പൊ തന്നെ അങ്ങോട്ട് തന്നോളൂ. അതുകൂടാതെ ഞാൻ പറഞ്ഞ സ്റ്റോക്കുകൾ ഏതെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റഡി ചെയ്തിട്ട്, ഞാൻ പറഞ്ഞ കാരണം വാങ്ങിച്ചിട്ടുണ്ടാവണമെന്നല്ല, നിങ്ങൾ സ്റ്റഡി ചെയ്തിട്ട് ഈ സ്റ്റോക്കുകളിൽ ഏതെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അത് രേഖപ്പെടുത്തുക. അതുകൂടാതെ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ടാണ് നിങ്ങൾ എന്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്ത് വെക്കുക, നോട്ടിഫിക്കേഷൻ ഒക്കെ കറക്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു, ഞാനൊരു സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള അനലിസ്റ്റ് അല്ല. ഇതൊരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല. എനിക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഞാൻ സ്വയം അനലൈസ് ചെയ്ത് പഠിച്ച ഒരു സ്റ്റോക്ക് മാത്രമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം പഠിക്കുക. ഒരു സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള അഡ്വൈസറുമായി കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പൊ ഇന്നിവിടെ പറയാൻ പോകുന്ന സ്റ്റോക്ക് ഒരു വാല്യൂ ടയർ സ്റ്റോക്കാണ്. അപ്പോൾ ആ സ്റ്റോക്കിന്റെ പേരാണ് JK ടയേഴ്സ്. അപ്പോൾ
കമ്പനിയുടെ പേര് കേട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് സ്കിപ്പ് ചെയ്ത് പോവാതിരിക്കുക. കാരണം ഇതിന്റെ ഏത് പ്രൈസ് ലെവലിലാണ് സ്റ്റോക്കിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നതെന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ അത് പൂർണ്ണമായും കാണുക. ഈ സ്റ്റോക്ക് ഞാൻ വാങ്ങിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ നിങ്ങളോട് പറയാം. ആദ്യത്തെ കാരണമാണ് ഗുഡ് സെയിൽസ് ആൻഡ് പ്രോഫിറ്റ് ഗ്രോത്ത്. മെയിനായിട്ട് എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോ റെഗുലറായി കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഏത് കാരണത്താലാണ് എന്തുകൊണ്ടൊക്കെ കാരണത്താലാണ് ഒരു സ്റ്റോക്ക് പിക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് പഠിക്കാൻ കഴിയും. മെയിനായിട്ട് റെഗുലർ ആയിട്ടുള്ള സെയിൽസ് ഗ്രോത്ത് ആൻഡ് പ്രോഫിറ്റ് ഗ്രോത്ത്, റെഗുലർ ആയിട്ടുള്ള EPS ഗ്രോത്ത്, പിന്നെ ഇതിന്റെ ഡെറ്റ് റെഡ്യൂസിങ് ഡെറ്റ് ആണ്. അപ്പൊ അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നമുക്ക് കിട്ടുന്നത് നല്ല ക്വാർട്ടർലി റിസൾട്ട് ആയിരുന്നു ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. എല്ലാ പാരാമീറ്റേഴ്സിലും കമ്പനി നല്ല ഒരു പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. എക്സെപ്റ്റ് ക്വാർട്ടർ ഓൺ ക്വാർട്ടർ പ്രോഫിറ്റിൽ മാത്രം ചെറിയൊരു ഡിക്ലൈൻ ഉണ്ടായിരുന്നു. ബാക്കിയെല്ലാം നല്ല പെർഫോമൻസ് ആയിരുന്നു. അതുകൂടാതെ ഈ സ്റ്റോക്ക് 554 നിന്ന് കറക്റ്റ് ചെയ്തിട്ടാണ് ഇപ്പൊ 405 ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ 554 നിന്ന് 405 ആയിട്ട് ഏകദേശം ഇത്രയധികം കറക്ഷൻ കിട്ടി. ഈ ഒരു ബേസ് ഫോം ചെയ്തേക്കാം. അപ്പൊ ബേസ് ഫോർമേഷൻ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഏകദേശം 360-നും 400-നും ഇടയ്ക്കാണ്. അപ്പോൾ ഓൾറെഡി ഞാൻ 405 എന്ന നിലയ്ക്ക് ഈ സ്റ്റോക്ക് കുറച്ചുകൂടി ക്വാണ്ടിറ്റി വാങ്ങിച്ചിട്ടുണ്ട്. 360 എന്ന ലെവൽ എത്തുകയാണെങ്കിൽ കൂടുതൽ ക്വാണ്ടിറ്റി വാങ്ങിക്കും. 355, 365 ലെവലിൽ കൂടുതൽ ക്വാണ്ടിറ്റി അക്യുമുലേറ്റ് ചെയ്ത് മീഡിയം ടേമിന് വേണ്ടി ഹോൾഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. വേറൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് വളരെ വാല്യൂ പിക്കാണ്. PE 13.44 മാത്രമേ ഉള്ളൂ എഗൈൻസ്റ്റ് ഇൻഡസ്ട്രി ആവറേജ് PE ഓഫ് 27.73. പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഹോൾഡിംഗ് കൂടിയിട്ടുണ്ട്. FIS ഹോൾഡിംഗ് കൂട്ടിക്കൊണ്ടുവരുന്നുണ്ട്. DIS ഹോൾഡിംഗ് കുറച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് ഈ സ്റ്റോക്കിനെ കുറിച്ച് ഇന്ന് പറയാനുള്ള. ഒരുപാട് ഡീറ്റെയിലേക്ക് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അതുകൊണ്ട് തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക്